ഹലോ, ഐഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ, ലോങ് വീഡിയോ ഇടുന്നത്. ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുവാണെങ്കിൽ എനിക്കും ചേട്ടന് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടിയൊരു ദിവസമാണ്. ഞങ്ങളുടെ മോൻ്റെ, അതായത് കിച്ചൂട്ടൻ്റെ പിറന്നാളാണെന്ന്. ബർത്ത്ഡേ ആയിട്ടില്ല, ഇനി മാർച്ച് 3-ാം തീയതിയാണ് അവൻ്റെ ഡേറ്റ് വരുന്നത്. പക്ഷെ നമ്മൾ പണ്ട് മുതലേ നാളാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അവൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടായിരിക്കും കേട്ടോ ഇന്ന് വരുന്നുണ്ടായിരിക്കുക. നമ്മുടെ അടുത്തേക്ക് കിച്ചൂട്ട നമ്മുടെ പിറന്നാളുകാരെന്തേ നിൽക്കുന്നു ഗൈസ്. അമ്മമ്മ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പൂപ്പൻ്റെ ഗിഫ്റ്റാട്ടോ ഇത് എൻ്റെ. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോയി ഇത് തന്നെ ബെറ്ററെന്ന് തോന്നി. ചിരിച്ചേ, ഹായ് കൊടുത്ത എല്ലാവർക്കും ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇന്ന് ചേട്ടൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അവരവിടുന്ന് കൊല്ലത്തുനിന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങെത്തും. ചെറിയ കേക്ക് കട്ടിയലൊക്കെ വൈകുന്നേരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകെ കാണിക്കാം കേട്ടോ.
കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഗസ്റ്റൊക്കെ പോയതിന് ശേഷം ഞങ്ങളുടെ നീലകേശി അമ്പലത്തിലേക്ക് പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ പേർക്ക് വൈകുന്നേരത്തെ ഒരു നേരത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൂജ എല്ലാം തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത കുറേ സമയങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതും പിന്നെ അല്ലാണ്ട് എന്താ പറയുക, അമ്പലത്തിൽ പോകുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് എന്താ പറയുക എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അല്ലാതെ ഇന്നത്തെ ദിവസത്തെ ഫുൾ ഡേയുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല, ഇത്തിരി ബിസി ആയിപ്പോയി. അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കുഞ്ഞിൻ്റെ പേർക്ക് പൂജ എൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വൈൻഡപ്പ് പറഞ്ഞേക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുവാണെങ്കിൽ വലിയ പ്ലാനിങ്ങോടൊന്നും ചെയ്തതല്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണം, കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കണം. അതിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും സദ്യ ഒരുക്കുമ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ മുൻകൈ എടുത്തിട്ടാണ് സദ്യ ഉണ്ടാക്കാറ്. ഇത്തവണ എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ കുക്കിങ്ങിൽ അത്ര എന്താ പറയുക എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ അത്യാവശ്യം കുക്ക് ഞാൻ ചെയ്യുമെന്നുള്ളതല്ലാതെ സ്വന്തം റിസ്കിൽ ഇതുവരേക്കും ഒരു സദ്യയോ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത്രയൊന്നും അല്ലാതെ. പക്ഷേ ഇന്ന് എനിക്കത് ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഹെൽപ്പ് മാത്രമാണ് അമ്മമാർ ചെയ്തു തന്നിട്ടുള്ളത്. ബാക്കി എനിക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നുള്ളതേ. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ എപ്പോഴും ഉള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു, നല്ല അടിപൊളി ഫുഡാന്നൊക്കെ പറഞ്ഞു, സന്തോഷം. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അതായത് ഞാൻ അവൻ്റെ കാര്യം മാത്രമാണ് നോക്കിയത്. അവന് നല്ലൊരു ഫുഡ് എന്നെക്കൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് അവനുണ്ടാക്കി കൊടുക്കാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും വാദോരാതെ പറയുമ്പോൾ ഇതിലൊക്കെ എന്തെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു എന്താ പറയുക വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ നല്ല ഹാപ്പിയായി. ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു. കറികളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തോരൻ ഉണ്ടായിരുന്നു, അവിയൽ, സാമ്പാർ, പരിപ്പ്, പിന്നെ കിച്ചടി, 3 ഐറ്റം അച്ചാർ, പിന്നെ പായസമൊക്കെ ഞാൻ അമ്മയ്ക്ക് വിട്ടു കൊടുത്തു. അതൊഴികെ അല്ലാതെ അവിയലിനൊക്കെ കട്ട് ചെയ്ത് തന്നു എൻ്റെ അമ്മയൊക്കെ. അങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ഹെൽപ്പൊക്കെ അമ്മമാരുടെ ഭാഗത്തുനിന്ന് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും കറികൾ ഒറ്റയ്ക്ക് വെക്കുന്നതും ഒക്കെ. പക്ഷേ എനിക്ക് അറിയാം, ഞാൻ പാചകത്തിൽ ഞാൻ പിന്നോട്ടാണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ടൈം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. എത്ര മാക്സിമം സ്പീഡ് ചെയ്യാൻ നോക്കിയിരുന്നാലും എനിക്ക് ആ ഒരു ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ ഒരിത്തിരി പാടാണ്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നേരത്തെ ചെയ്ത് വെക്കണം. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കുഞ്ഞിന് വേണ്ടിയിട്ടാവുമ്പോൾ പ്രത്യേകിച്ചും പറയണ്ടല്ലോ. എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നതുപോലെ എനിക്ക് എൻ്റെ കുഞ്ഞിനുണ്ടാക്കി കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇന്ന് നടത്തിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് അതിൽ പിടിക്കാം കേട്ടോ. ഇത്തവണ ഞാൻ നല്ല ടയേർഡും ആയിപ്പോയി, കുറച്ച് ബിസി ആയിപ്പോയി. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോൺ പോലും എവിടെയായിരുന്നു എന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. കുറേ നേരം ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുവാണ്. ഇനിയൊന്ന് കിടക്കണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഗസ്റ്റെല്ലാം പോയപ്പോൾ ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയത്. ചെറുതായിട്ടൊന്ന് മയങ്ങാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കിടക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണം. നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ കുറേ ദിവസം എനിക്ക് ഷോർട്ട് വീഡിയോസ് പോലും എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല, അതിനുള്ള അവസ്ഥയിലല്ലായിരുന്നു. ചില കാരണങ്ങളാൽ കുറേ തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇവൻ്റെ ബർത്ത്ഡേയുടെ പർച്ചേസിങ്ങും അതിൻ്റെ തിരക്കുമൊക്കെ ആയപ്പോഴത്തേക്കും ടൈം കിട്ടാണ്ട് പോയതാണ്. അപ്പോൾ വേറൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.